പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 28-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തു, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. ഒരു ഭാഗത്ത് ദൈവം മനുഷ്യനെ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്തു മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ദൈവം അവനെ ബോധ്യപ്പെടുത്തുന്നു. ഏതെല്ലാം കാര്യങ്ങളിലാണ് മനുഷ്യൻ നിസ്സഹായനായി അല്ലെങ്കിൽ നിസ്സാരനായി തീരുന്നത് എന്ന് ചിന്തിച്ചാൽ, ഒന്ന്, തൻ്റെ ഭാവി അറിയുവാൻ കഴിയാത്തവൻ. നാളെ നമ്മുടെ ഭാവി എന്തായി തീരുമെന്ന് അറിയുവാൻ മനുഷ്യന് കഴിവില്ല. നാളത്തെ കാര്യം നാം അറിയുന്നില്ലല്ലോ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. 2, ആയുസ്സിന് ദൈർഘ്യമില്ലാത്തവൻ. ആമ എന്ന ജീവി 300 വർഷവും കാക്ക 100 വർഷവും ജീവിക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ആയുസ് ശാസ്ത്രലോകം തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മനുഷ്യരുടെ ആയുസ് ശരാശരി 70-80 ആയുസ് മാത്രം. 3, മുടിയുടെ നിറം മാറ്റാനോ ഉയരം കൂട്ടാനോ കുറയ്ക്കാനോ കഴിവില്ലാത്ത മനുഷ്യൻ. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് കഴിയുകയില്ലല്ലോ എന്നാണ് വചനം നമ്മോട് ചോദിക്കുന്നത്. എന്നാൽ ഇന്ന് ചിലർ ഡൈ ഉപയോഗിച്ച് നിറം മാറ്റുന്നത് താൽക്കാലികം മാത്രമാണ്. ഡൈ മാത്രമല്ല, പല കളറും ഇന്ന് ലോക മനുഷ്യർ തലമുടിയിന്മേൽ ചുണ്ടിന്മേൽ ഒക്കെ പുരട്ടുന്നുണ്ട്. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. മറ്റ് പല കാര്യങ്ങളിലും മനുഷ്യൻ കഴിവുകെട്ടവൻ തന്നെയാണ്. ഈ അല്പായുസ്സുകാരനെ ദൈവം വിചാരിക്കുന്നു എന്ന് ഒന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, അത് എത്ര അതിശയകരമാണ്. അല്ലെങ്കിൽ ദൈവം നമ്മെ കരുതുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര അതിശയകരമാണ്. മനുഷ്യൻ്റെ ഈ ലോക ജീവിതം വളരെ ക്ഷണീകമാണ്. മനുഷ്യൻ്റെ ആയുസ്സിനെ ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നു: 1, കേവലം ശ്വാസമെന്നും; 2, പാറിപ്പോകുന്ന ആവിക്ക് തുല്യമെന്നും; 3, വാടിപ്പോകുന്ന പൂവിന് സമമെന്നും; 4, നിലത്തെ പൊടി പോലെയും പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും; ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്നും പറയുന്നു. 5, നിഴലിന് സമമെന്ന് മനുഷ്യായുസ്സിനെ പറയുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം, നിഴൽ പ്രകാശമില്ലെങ്കിൽ നിഴലില്ല. ശ്വാസമില്ലെങ്കിൽ മനുഷ്യനില്ല. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്ത് വില മതിപ്പാനുള്ളൂ എന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. ഇതിൽ നിന്നും മനുഷ്യൻ്റെ അറിവില്ലായ്മയും കഴിവില്ലായ്മയും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത്ര നിസ്സാരനായ മനുഷ്യനെ ദൈവം വിചാരിക്കുന്നു എന്നുള്ളത് എത്രയും ആശ്ചര്യമല്ലേ? എല്ലാ മനുഷ്യരുടെയും പ്രകൃതം ഒന്ന് തന്നെ ആണെങ്കിൽ പോലും തന്നെ അറിയുകയും ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ദൈവം അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും അവർക്കായി കരുതുകയും ചെയ്യുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമാണ്. ഹല്ലേലൂയ. അപ്പോൾ 1, ദൈവം നമ്മെ ഓർക്കുകയും ദൈവം കരുതുകയും ചെയ്യണമെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യണം. നോഹയെ ദൈവം ഓർക്കുവാൻ ഇടയായ കാരണം ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുവാൻ നല്ലൊരു മനസ്സ് നോഹയ്ക്കുണ്ടായിരുന്നു. മറ്റു പല ജീവജാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഈ ലോക ജീവിതം അല്പായുസ് മാത്രമുള്ളവനാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഒരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ ദൈവം മനുഷ്യനെ കുറിച്ച് കരുതലുള്ളവനാണ്. നിസ്സാരനായ മനുഷ്യനെ
രക്ഷിക്കുവാനും അവന് നിത്യജീവൻ കൊടുക്കുവാനും ദൈവം മനുഷ്യനെ കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യം. ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ലോകത്തിൽ ഒരുവനെ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ അവനൊരു സമ്പന്നനായിരിക്കണം, അല്ലെങ്കിൽ ഉന്നത പദവികൾ അവനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലോകപ്രസിദ്ധനായിരിക്കണം, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അവന് മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും പ്രത്യേകതകൾ, കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മനുഷ്യൻ പറയും, അവനെ എന്തിനോർക്കണം, അവനാരാ, അവനെ എന്തിനാണ് സഹായിക്കേണ്ടത്, എന്തിനവനെ സഹായിക്കണം, ഇനി സഹായിച്ചിട്ട് നമുക്കെന്ത് പ്രതിഫലമാണ് ഉള്ളത്? പ്രിയ ദൈവവൈതലേ, ഇവിടെ നമുക്ക് സ്ഥാനമാനങ്ങൾ ഒന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ദൈവത്തോടു കൂടെ നിത്യമായി വാഴുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. താൽക്കാലികമായ ഈ ലോക ജീവിതത്തിലും നമ്മുടെ കാഴ്ചകളെ മാറ്റുവാനും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മെ മാനിക്കുവാനും നമ്മുടെ താഴ്ചകളിൽ നിന്നും നമ്മെ ഉയർത്തുവാനും നമ്മെ അനുഗ്രഹിപ്പാനും നമുക്കായി കരുതുവാനും കരുതലുള്ളവനാണ് ദൈവം. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ആട്ടിടയനും ഒടുവിൽ ഇസ്രായേലിൻ്റെ മധുരഗായകനും രാജാവായി തീർന്ന ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിച്ചിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യാതിരിക്കുമോ? നിശ്ചയമായും ദൈവം നമ്മെ ഓർക്കുവാനിടയാൽ. പൊട്ടക്കിണറ്റിൽ കിടന്ന യോസഫിനെ, കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിനെ ദൈവം മറന്നുപോയില്ല. വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവാരോടൊക്കെ പറയുന്നു, കുഞ്ഞേ, നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ലോകം നിന്നെ മറന്നാലും, ഭർത്താവ് നിന്നെ മറന്നാലും, ഭാര്യ നിന്നെ മറന്നാലും, അപ്പനും അമ്മയും നിന്നെ മറന്നാലും, മക്കൾ നിന്നെ മറന്നാലും, സഹോദരങ്ങൾ നിന്നെ മറന്നാലും, ഈ ലോകത്തിൽ ആരൊക്കെ മറന്നെന്ന് പറഞ്ഞാലും മറക്കാത്ത ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് നസ്രയനായ യേശു. ഹല്ലേലൂയ. ആ നസ്രയന്റെ കരങ്ങളിൽ നിന്ന് പകൽക്കാലം ഏൽപ്പിക്കാമോ? ആ നല്ല വചനങ്ങളെ അനുസരിച്ച് ആരാധിച്ച് ദൈവകൃപയിൽ നിൽക്കാമോ? നഷ്ടമായതെല്ലാം ലാഭമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് നീ മറന്നു പോകരുത് കുഞ്ഞെ. സ്തോത്രം. ഇയ്യോബിന്റെ അവസ്ഥയെ നോക്കി ഭാര്യ പറഞ്ഞു, ഈ വിശ്വാസത്തെ നീ ത്യജിച്ചു കളഞ്ഞിട്ട് നീ പോയി ചത്തുകള, നീ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു. ഭാര്യ അവന്റെ മരണം കൊതിച്ചെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആഗ്രഹിച്ചു പോയി ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടവൻ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ പ്രഭാതം എത്ര പേർക്ക് പറയാൻ കഴിയും? സ്തോത്രം, എൻ്റെ ദൈവം എന്നെ ഓർക്കും. ഹല്ലേലൂയ. ആരെല്ലാം മറന്നുപോയാലും, ആരെല്ലാം സ്തോത്രം കൈവിട്ടാലും, ആരെല്ലാം സ്തോത്രം ഓർക്കാതിരുന്നാലും, പ്രിയ ദൈവവൈതലേ, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നീ ഏകനായി പോകുവാൻ, നീ ശൂന്യമായി പോകുവാൻ, നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഈ താഴ്ചയിൽ നിന്നും എന്നെ ഇന്ന് കരകയറ്റിയിരുന്നെങ്കിൽ, ദൈവം എന്നെ മറന്നുപോയോ, എന്നെ ആരും ഓർക്കുന്നില്ല എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കുഞ്ഞേ, നീ ഭാരപ്പെടേണ്ട, നിന്നെ ഓർക്കുന്ന ഒരുവനുണ്ട്. തക്ക സമയത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇസ്രായേൽ ജനത്തെ സ്തോത്രം മിസ്രയീമിൽ നിന്നും വിളിച്ചിറക്കിയ ദൈവം അവരെ ഓർക്കാതിരിക്കുമോ? ചെങ്കടൽ വഴി തുറന്നതുപോലെ, യോർദാൻ വഴി തുറന്നതുപോലെ, എരിഹോം ഇടിഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ മുന്നിൽ വീണതുപോലെ ചില പ്രതികൂലങ്ങളെ കീറി മുറിച്ച് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവകരം ഇന്ന് പകലിൽ വെളിപ്പെടും. ഭാരപ്പെടേണ്ട കുഞ്ഞെ, ഭാരപ്പെടേണ്ട. മക്കളെ ഓർത്ത് നീ കരയുകയാണോ? മക്കളുടെ അനുസരണക്കേടിനെ ഓർത്ത്, മക്കളുടെ മാനസാന്തരമില്ലായ്മയെ ഓർത്ത് നീ കരയുകയാണോ? ഭാരപ്പെടേണ്ട കുഞ്ഞെ. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാവി ജീവിതത്തിന് വേണ്ടി, നിന്റെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, ഓർക്കുന്നൊരു ദൈവമുണ്ട്. നോഹയെ ഓർത്തതുപോലെ
ഓർത്തതുപോലെ, തന്നോടുകൂടെ ഉണ്ടായിരുന്ന സകല ജീവികളെ ഓർത്തതുപോലെ ഇന്ന് പ്രഭാതം യഹോവ ഓർക്കുന്ന ഒരു സ്തോത്രം പകലായി മാറാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ 5-ാം മാസം സ്തോത്രം 28-ാമത്തെ പ്രഭാതം പകൽ ദൈവം ഓർക്കുന്ന പകലാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ കണ്ണുകൾ ദിവസത്തിലേക്കാൻ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ മെസ്സേജ് ഇന്ന് പകൽ കർത്താവേ അനേകർ ദൈവം ഓർക്കുന്ന പകലായി മാറട്ടെ, അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായി ഇടപെടണമേ കർത്താവേ. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകൾ, ശാരീരികമായ ക്ലേശങ്ങളിൽ കർത്താവേ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവരുണ്ട്, രോഗശയ്യയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. തലമുറകളെ സ്തോത്രം കർത്താവേ അവരുടെ ഭാവി ജീവിതങ്ങൾക്കായി സ്തോത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ, എന്നെ സഹായിപ്പാൻ, എന്നെ ഓർക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്ത് ഭാരം അനുഭവിക്കുന്ന ദൈവമക്കളുടെ സ്തോത്രം കർത്താവേ അവരുടെ ജീവിതത്തിന്റെ നടുവിൽ ദൈവം ഇന്ന് പകൽ ഓർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.